ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് മൈദമാവ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിക്കാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിക്കായിട്ടോ അല്ലെങ്കിൽ ഒരുവിധം സോഫ്റ്റ് ആയിട്ടോ അങ്ങനെ കുഴയ്ക്കാൻ പാടില്ല. നല്ല കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിക്കായിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എത്രയും മാവ് എടുക്കുന്നത് അതിനാവശ്യാനുസരണം പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കയ്യിലിപ്പോൾ എൻ്റെ കൈ ഞാൻ കാണിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇത് കയ്യിലിപ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ടിപ്പോൾ അതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴക്കുന്ന സമയത്താണ് നമ്മുടെ നെയ്യൊക്കെ എല്ലാം നന്നായിട്ട് സെറ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് നമ്മൾ കുഴച്ചാലും ഇതുപോലെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നെയ്യില്ലെങ്കിൽ ഓയിലാണെങ്കിലും മതി കേട്ടോ, കുഴപ്പമില്ല. നെയ്യാകുന്ന സമയത്ത് കുറച്ച് മണവും ആ ഒരു ടേസ്റ്റും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതപ്പോൾ നെയ്യാണെങ്കിലും ഓയിലാണെങ്കിലും ഏതാണെങ്കിലും ഒരു 5 മിനിറ്റ് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ മാക്സിമം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കുന്ന സമയത്താണ് അതായത് മാറ്റി വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വീണ്ടും നെയ്യ് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മുകളിലും അടിയിലെല്ലാം നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ബൗളിൽ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത അതേ ബൗളിൽ തന്നെ കുറച്ച് ഒരു 1/4 കപ്പ് അളവിലേക്ക് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതായത് ഞാൻ എടുത്തിരിക്കുന്ന ഈ ശർക്കരയ്ക്ക് കുറച്ച് അഴുക്കുകളൊക്കെ ഉള്ള കാരണമാണ് ഞാൻ കുറുക്കിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ അഴുക്കില്ലാത്തതാണെങ്കിൽ നിങ്ങൾ തേങ്ങയും അതായത് നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ മിക്സ് ചെയ്ത് റെഡിയാക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ അഴുക്കുകളുള്ള കാരണമാണ് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്ത് അഴുക്കുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. അഴുക്കുകളൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ മാറിയിട്ട് നല്ലൊരു തിക്കാവുന്ന രീതിക്ക് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഈ ഒരു മിക്സ് അതുപോലെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിനി ഇതിലേക്ക് പഴുത്ത മാങ്ങ ഒരു മാങ്ങയാണ്, നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ, അതൊരു കപ്പിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് 1 കപ്പിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ വറ്റി ഏകദേശം നമ്മുടെ ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മാമ്പഴം ചേർത്തിട്ട് നല്ല പഴുത്ത മാമ്പഴം ആയിരിക്കണം. അതിപ്പോൾ ഏത് മാമ്പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ഒരു മാമ്പഴം എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ തന്നെ ബാക്കിയുള്ള മാമ്പഴത്തിൻ്റെ പേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ മാമ്പഴത്തിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാത്രമാണ്. അതും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, ഏകദേശമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഈ ഒരു അളവിലേക്ക് മതിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മുടെ മാവ് നമുക്ക് നോക്കാം. മാക്സിമം ഞാനിപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ വെക്കുന്ന സമയത്താണ് നമുക്ക് നല്ല സോഫ്റ്റ് കിട്ടുന്നത്. നല്ല നമുക്കൊരു പേപ്പറിൻ്റെ രീതിക്ക് വേണമെങ്കിൽ നമുക്കത് വലിച്ചെടുക്കാൻ പറ്റും. അത്രയും നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് നമ്മുടെ മാവ് വന്നിട്ട് നമുക്ക് എത്ര നൈസായിട്ട് വേണമെങ്കിലും നമുക്കത് വലിച്ച് നീട്ടിയെടുക്കാൻ പറ്റുന്നത് ആ ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തുകൊണ്ടാണ്. അപ്പോഴാണ് നമ്മുടെ സ്നാക്സിന് നല്ല സോഫ്റ്റും അതുപോലെ ആ മൈദമാവ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു ബലം ഉണ്ടാവില്ല. ചില സ്നാക്സുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കഴിക്കുന്ന സമയത്ത് ആ ഒരു ബലം, അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും കയ്യിൽ കുറച്ച് നെയ്യ് തന്നെയാണ് കേട്ടോ. ഞാൻ ഫുള്ളും നെയ്യ് തന്നെയാണ് ചേർത്തത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പോലെ ഏതാണെങ്കിലും ചേർക്കട്ടെ. അപ്പോൾ നെയ്യും കയ്യിൽ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം സെൻറ്റർ ഭാഗത്തേക്ക് കുറച്ച് കനം കുറവാക്കിയിട്ട് സൈഡ് ഭാഗത്തേക്ക് നമുക്ക് മാവ് കൂടുതലാക്കി കൊടുത്തിട്ട് വലിച്ചെടുത്തതിന് ശേഷം സാധാരണ ഉരുള ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ സ്റ്റഫിങ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതുപോലെയാണ് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ മൊത്തത്തിൽ മുകളിൽ ഭാഗം കുറച്ച് മാവ് കൂടുതലായിട്ട് വരുന്ന രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം വലിച്ചെടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ തന്നെയല്ലേ വെച്ചത്, അതിന് പോരാ. ഇതിനേക്കാളും കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല വലിച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതുപോലെ നമ്മളെല്ലാം ആക്കിയതിന് ശേഷം വീണ്ടും സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ ആ മാവ് വെച്ച് കൊടുക്കട്ടെ. എന്താ പറഞ്ഞാൽ നമ്മൾ വലിച്ച് കൊടുക്കുന്ന സമയത്ത് സെൻറ്റർ ഭാഗത്തിലേക്കുള്ള മാവ്
നീങ്ങി നീങ്ങി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിലേക്ക് മാത്രം കുറച്ച് നല്ല തിക്നെസ് ആയിട്ട് നമുക്ക് മാവ് ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വലിച്ചിങ്ങനെ ചെറുതായിട്ട് അമർത്തി ഇങ്ങനെ നമ്മൾ വലുതാക്കുമല്ലോ, ആ സമയത്ത് കറക്റ്റായിട്ട് മാവ് കിട്ടുന്നത്. ഇതിപ്പോൾ എന്നെ ഏകദേശം കണ്ടില്ലേ ചെറുതായിട്ട് കാണുന്നത്. ആ സ്റ്റഫിങ് നമുക്ക് വെളിയിൽ വരുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഉണ്ടാവും. എന്നാലും നമുക്ക് മാവ് മാത്രം കാണുന്ന സമയത്താണ് നമ്മൾ പുള്ളി വരുന്നത്. ചപ്പാത്തിയൊക്കെ പൊള്ളുന്ന രീതിക്ക് പുള്ളി വരണമെങ്കിൽ കറക്റ്റായിട്ട് ഒരേ അളവിലേക്കായിരിക്കണം നമ്മുടെ മാവ് വന്നിട്ട് മുകളിലും അടിയിലെ ഭാഗവും ഒരേ അളവിലേക്കായിരിക്കണം. അപ്പോഴാണ് പുള്ളി വരുന്നത്. പുള്ളി വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ എന്നോട് വാഴയില ഇല്ലാത്ത കണ്ടിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അത് വാഴയിലാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റും മണമൊക്കെ വ്യത്യാസമായിട്ടുണ്ടാവും. എന്നോട് ഇല്ലാത്ത കാരണം ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തത് മാത്രമാണ് കേട്ടോ. അപ്പോൾ വാഴയില്ലാത്തവർ എന്നെപ്പോലെ തന്നെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ വാഴയിലാവുന്ന സമയത്ത് നമുക്ക് ബട്ടർ പേപ്പറിലാവുന്ന സമയത്ത് പെട്ടെന്ന് വരില്ല. ഇതേ നമ്മൾ വാഴയിലാവുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു പ്രാവശ്യം തന്നെ എണ്ണ തേച്ച് കൊടുത്താൽ തന്നെ നമ്മൾ ദോശക്കല്ലിൽ വെക്കുന്ന സമയത്ത് അപ്പം തന്നെ അത് വീഴും. ആ ബട്ടർ പേപ്പർ ആയതുകൊണ്ടാണ് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയത്. അപ്പോൾ നമ്മളത് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് തന്നെ കുറച്ചായിട്ട് നെയ്യ് ആവശ്യാനുസരണം പോലെ നമുക്ക് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ല, കുറച്ച് മാത്രമാണ് പൊങ്ങി വന്നത്. ഇതുപോലെ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു മാക്സിമം ഒരു 3 മിനിറ്റ് സിമ്മിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അരികൾ നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് വരും. ഒരു ലൈറ്റ് കളറാവുന്ന രീതിക്ക്, ഒരുപാടും കളറാക്കേണ്ട, ലൈറ്റ് കളർ നമ്മൾ സിമ്മിൽ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെന്ത് വരികയും ചെയ്യും. കളറും അതുപോലെ ലൈറ്റ് കളറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ മാക്സിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്, നമ്മുടെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്, നല്ലൊരു സോഫ്റ്റും കിട്ടുന്നത്. അങ്ങനെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി മാത്രമല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മാങ്ങ കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അത്രയും വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. കുട്ടികളല്ല വലിയവരല്ല എല്ലാവരും കഴിച്ചു പോകും, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കണ്ട കൊതിയൂർന്ന ഒരു സ്നാക്സ് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ഒരു സ്നാക്സ് ആയിരിക്കട്ടെ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മാങ്ങ സീസൺ ഏകദേശമൊക്കെ കഴിയാനായി, എന്നാലും ഒരു ചിലരുടെ വീട്ടിലൊക്കെ ഇപ്പോഴും മാങ്ങ ഉണ്ടാവും. അപ്പോൾ എന്താ വെറൈറ്റി ഉണ്ടാക്കുന്ന ആലോചിക്കുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.